ചർമ്മങ്ങളിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, എസ്പെഷ്യലി ഫംഗൽ ഇൻഫെക്ഷൻസ്, അത് ടീനിയ പോലത്തെ ഫംഗസിന്റെ ഒരു ഗ്രോത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫംഗസ് അമിതമായിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷനാണ് ടീനിയ, അല്ലെങ്കിൽ വട്ടച്ചൊറി, അല്ലെങ്കിൽ റിംഗ് വേം ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ പുഴുക്കടി എന്നൊക്കെ പറയാറുണ്ട്. ഈ സ്കിന്നിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിംറ്റം ആയിട്ടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തുടക്കത്തിൽ കാണത്തില്ല. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചൊറിയുന്നതിന് അനുസരിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അഗ്രവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ പറഞ്ഞിട്ടുള്ള ടീനിയ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റിംഗ് വേം ഇൻഫെക്ഷൻസിൻ്റെ കോസസുകളും കാരണങ്ങളും അതിൻ്റെ ഹോം റെമഡീസ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്, എന്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് പറിച്ച് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് പല പേഷ്യൻസും ഡൗട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ജനറൽ മാനേജ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യോൺബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമ്മുടെ സ്കിന്ന് എല്ലാത്തിനോടും സെൻസിറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഡസ്റ്റിനോട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പൊടിയിനോട്, അല്ലെങ്കിൽ ഒരു പെട്രോള്, കെമിക്കൽസ്, എല്ലാത്തിനോടും സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ ബോഡി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. ഓൾറെഡി അലർജിക് ആയിട്ടുള്ളൊരു ശരീരമാണെങ്കിൽ, IgE കൂടിയിട്ടുള്ളൊരു ശരീരമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് കാണിക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്ന് പല ഇൻഫെക്ഷൻസ്, പല ഓർഗാനിസത്തിനോടും സെൻസിറ്റീവ് ആയിരിക്കും. അതിൽ വരുന്ന ഒന്നാണ് ഈ ടീനിയ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, റിംഗ് വേം ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ഈ റിംഗ് വേം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു റൗണ്ട് അല്ലെങ്കിൽ റിംഗ് സ്ട്രക്ചർ പോലെയാണ് അതിൻ്റെ ഒരു അപ്പിയറൻസ്, ഫിസിക്കൽ അപ്പിയറൻസ് കാണിക്കുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് ഫംഗൽ ഓർഗാനിസ് ആയതുകൊണ്ടാണ് അതിനെ റിംഗ് വേം അല്ലെങ്കിൽ വട്ടച്ചൊറി അല്ലെങ്കിൽ പുഴുക്കടി എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ടീനിയ ഫാമിലിയിൽ വരുന്ന ഒരു ടീനിയ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ഇത് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പറയാവുന്നതാണ്. മെയിൻലി നമ്മുടെ സ്കിന്നിൽ, എസ്പെഷ്യലി ഈ സ്കിൻ ഫോൾഡുകളിലാണ് ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. ഇപ്പം കൈയിൻ്റെ മടക്കുകളിൽ, ഇപ്പം എൽബോ, നമ്മുടെ ഈ കൈയിൻ്റെ മടക്കുകളിൽ, കക്ഷത്തിൻ്റെ ഭാഗത്തായിട്ട്, അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട്, തൊടയിടുക്കുകളിൽ, ഇങ്ങനെ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ടൈറ്റൻഡ് ആയിട്ടും അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൾഡ് രൂപത്തിൽ കിടക്കുന്ന ഏരിയാസിലാണ് ഈ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടും ട്രിഗർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഒരു വെറ്റായി കിടക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ടും മോയ്സ്ചർ നിലനിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഏരിയാസ് ഉള്ള ആ ഒരു പാർട്സിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഇൻഫെക്ഷൻസ് ട്രിഗർ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒട്ടും വൃത്തിഹീനമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ക്ലീൻ അല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ വളരുക, നമ്മുടെ ശരീരം ഒട്ടും ക്ലീൻ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു അൺഹെൽത്തി ഫോം ഓഫ് ലിവിങ് സ്റ്റൈലുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. മിക്ക ഈ ഒരു ഇൻഫെക്ഷൻസ് വരുന്നതും ഈ ഹോസ്റ്റൽ ഏരിയാസിലാണ് കൂടുതലായിട്ട് ഇത് ട്രിഗർ ചെയ്യുന്നത്. എസ്പെഷ്യലി ഒരു ടീനേജ് ഗ്രൂപ്പ്, ഒരു 18+ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ഇൻഫെക്ഷൻസ് ട്രിഗർ ചെയ്ത് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ശരീരത്തിലെ ഒരു എൻസൈം അല്ലെങ്കിൽ ഒരു ഫെറമോൺ പോലത്തെ ഒരു കെമിക്കൽസിന്റെ ഓവർ റിയാക്ഷൻസ് കാരണമാണ് ഈ പറഞ്ഞിട്ടുള്ള ഫംഗൽ ഗ്രോത്ത് ട്രിഗർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഫെറമോൺ പോലത്തെ കെമിക്കൽസ് ഈ ഫംഗസിനോട് കൂടുതലായിട്ടും സെൻസിറ്റീവ് ആവുകയും അതുമായിട്ട് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് വരുമ്പോഴാണ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. അതേപോലെ ഈ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു ടീനേജ് ഗ്രൂപ്പ് കഴിഞ്ഞ കുട്ടികൾ, എസ്പെഷ്യലി ഹോസ്റ്റലാണെന്ന് ഞാൻ പറഞ്ഞു. ഹോസ്റ്റലിൽ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന സമയത്തായാലും അത് നന്നായിട്ട് വെയിലത്ത് ഉണങ്ങത്തില്ല. ഒരു റൂമിൽ തന്നെ 4 പേരായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ക്ലോത്ത്, അവർ യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത് ഒക്കെ നന്നായിട്ട് വെയിലത്ത് ഉണങ്ങുകയോ അല്ലെങ്കിൽ ഒരു ചൂട് തട്ടി ഉണങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ക്ലോസ്ഡ് സ്പേസ് അല്ലെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ ഈർപ്പം നിലനിൽക്കുകയും അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചർ നിലനിൽക്കുകയും കുറച്ചുകൂടി നമുക്ക് ഇൻഫെക്ഷൻസ് ട്രിഗർ ചെയ്യാനും പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലെ നീറ്റ് ആൻഡ് ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ അടിവസ്ത്രങ്ങളാവട്ടെ, നമ്മളിടുന്ന എല്ലാ വസ്ത്രങ്ങളും, എല്ലാ ഏരിയാസും ക്ലീൻ ആയിട്ട് വെക്കുക. മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു വെറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറച്ചൊരു ഡ്രൈ ഫോം ഓഫ് രീതിയിലേക്ക് ബോഡീനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഹൈഡ്രേഷൻസ് അല്ലെങ്കിൽ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാലും ഈ ബുദ്ധിമുട്ടുകൾ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നന്നായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടും. ഇത് ചൊറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ റൂട്ട് പിന്നെയും ഒരു ഡെപ്തായി വരികയും ഇൻഫെക്ഷൻസ് പിന്നെയും സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കുറച്ചൊരു സിവിയർ ആവാനുള്ള സാധ്യതകൾ ഈ ഒരു ഇച്ചിങ്ങിന് ശേഷമാണ്.
പിന്നെ നമുക്കിപ്പം ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്നതെന്ന് പറയുന്നത് അവർ യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്തുകളോ ഇപ്പോൾ ടവലുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോത്ത് കോണ്ടാക്ട് വരുന്ന സമയത്താണ് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ അതിനോടൊപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് വെയിലത്ത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ, ഡ്രസ്സുകളൊന്നും നന്നായിട്ട് വെയിലത്ത് ഉണങ്ങിയിട്ടില്ലെങ്കിലൊക്കെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ട്രിഗർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ദെൻ അതിനോടൊപ്പം തന്നെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ, അതായത് പ്രതിരോധശേഷി നല്ല രീതിയിൽ കുറവായിട്ടുള്ള ശരീരമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കയറും. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യുക. വൈറ്റമിൻ സിൻ്റെ അളവ് കുറഞ്ഞതാണെങ്കിലും ശരീരത്തിൽ ഇൻഫെക്ഷൻസ് കാണിക്കും. ശരീരം നല്ലതായിട്ട് വണ്ണം കൂടിയിട്ടുള്ള ബോഡിയൊക്കെ ആണെങ്കിൽ, ഒബേസ് ആയിട്ടുള്ള ശരീരമാണെങ്കിൽ, അതേപോലെ ഡയബറ്റിസ് ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു റിംഗ് വർം ഇൻഫെക്ഷൻസ് അസോസിയേറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. അതേപോലെ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ആയാലും ഈ പറഞ്ഞിട്ടുള്ള ഫംഗൽ ഗ്രോത്തുകൾ ട്രിഗർ ചെയ്യാൻ ചാൻസസുകൾ കൂടുതലാണ്. ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള തിയറി പോർഷൻസിനെക്കാട്ടും കൂടുതൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ ഒരു മാനേജ്മെന്റ്, നമുക്ക് വീട്ടിൽ തന്നെ എന്താണ് മഞ്ഞളോ കുരുമുളകോ കാര്യങ്ങളൊക്കെ ഇതിന്റെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു എന്താ പറയുക, നമുക്കൊരു അത് അറിയാനുള്ള ഒരു പ്രവണതയുണ്ടാവും. അപ്പം ഇതിന്റെ മാനേജ്മെന്റ്, ബേസിക് ജനറൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങളും എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെയിലത്ത് ഉണക്കാൻ ശ്രമിക്കുക. ശരീരം എപ്പോഴും ഒരു മോയ്സ്ചർ കണ്ടന്റ് കുറച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒരു ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ഉള്ളിലെ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള ക്ലോസ്ഡ് ഏരിയാസിൽ അല്ലെങ്കിൽ ഈ സ്കിൻ ഫോൾഡുകളുടെ ഏരിയാസിലൊക്കെ മോയ്സ്ചർ നിലനിൽക്കാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ കക്ഷത്തിൻ്റെ ഭാഗത്ത്, കഴുത്തിൻ്റെ ഭാഗത്ത്, സ്കാൽപ്പിൽ, തൊടയിടുക്കുകളിലൊക്കെയാണ് ഇൻഫെക്ഷൻസ് ട്രിഗർ ആവുന്നത്. അതേപോലെ ബ്രസ്റ്റിൻ്റെ ലോവർ പാർട്ടിലൊക്കെയാണ് ഇൻഫെക്ഷൻസ് ട്രിഗർ ആവുന്നത്. ചിലർക്കൊക്കെ ഈ ബ്രസ്റ്റിൻ്റെ ലോവർ ഏരിയാസിലൊക്കെ ബ്രാ തട്ടിക്കഴിഞ്ഞാൽ, അവരിടുന്ന ബ്രേഷ്യർ തട്ടിക്കഴിഞ്ഞാലൊക്കെ അവിടെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതകളുണ്ട്. അതേപോലെ നമ്മളിടുന്ന പാൻറ്റീസിൻ്റെ ഭാഗത്തായാലും, പാൻറ്റീസ് ആ തൊടയിടുക്കുകളിലൊക്കെ തട്ടിയിട്ട് ഇൻഫെക്ഷൻസ് ട്രിഗർ ചെയ്യാൻ ചാൻസസുകളുണ്ട്. അപ്പോൾ ആ ഒരു ക്ലോത്തുമായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പൊടി ഡസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് കൂടും, ഇച്ചിങ് പ്രശ്നങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ ചാൻസസുകളുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മാനേജ്മെന്റ് സൈഡ് ഞാൻ ബേസിക് ആയിട്ട് പറയുകയാണ്, നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുക, വസ്ത്രങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, വെയിലത്ത് ഉണക്കാൻ ശ്രമിക്കുക, ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുക, ഓറഞ്ച്, മൊസമ്പി, നെല്ലിക്ക കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് കുറച്ച് കൊണ്ടുവരിക, ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ജനറലായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട മാനേജ്മെന്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹോം റെമഡീസിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇൻഫെക്ഷൻസിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻസ് കാണിക്കുന്ന ആഹാരങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ ആഹാരങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതിൽ മഞ്ഞൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ട് നമുക്ക് പറയാം. മഞ്ഞളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തൈരോ അല്ലെങ്കിൽ അലോവേറയോ മിക്സ് ചെയ്തിട്ട് എവിടെയാണോ ഇൻഫെക്ഷൻസ് ഉള്ളത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു നേരം വെച്ചിട്ടൊക്കെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്റേണലി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞിട്ടുള്ള തൈരാണ്. തൈരിൽ ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ വൈറ്റമിൻ സി ആക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. മൂന്നാമത്തേത് നിങ്ങൾക്ക് ACV, ആപ്പിൾ സിഡർ വിനെഗർ, ഇതേപോലെ തന്നെ ഒന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം കോട്ടണിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം അത് ആ പറഞ്ഞിട്ടുള്ള ഏരിയാസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ദെൻ അതേപോലെ തന്നെ ഉപ്പുവെള്ളം വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് അതൊരു പരിധി വരെ ഇൻഫെക്ഷൻസ് കുറയ്ക്കും. എന്നിട്ട് നമ്മൾ ഡെയിലി ഒന്നും അപ്ലൈ ചെയ്യരുത്. അതേപോലെ ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ യൂസ് ചെയ്യുന്ന കൂടുതൽ മോയ്സ്ചറൈസേഴ്സ്, അങ്ങനത്തെ കെമിക്കൽ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇൻഫെക്ഷൻസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ഇൻഫെക്ഷൻസ് ട്രിഗർ ചെയ്യും. അപ്പം അങ്ങനത്തെ യൂസേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളെ ഡ്രസ്സൊക്കെ നന്നായിട്ട് വെയിലത്ത് ഉണക്കാൻ ശ്രമിക്കുക. ചൂട് തട്ടിയിട്ട് തന്നെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിൻ്റെ ഭാഗത്തൊക്കെ ആയാലും ഓവർ മോയ്സ്ചർ നിലനിൽക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആഹാരങ്ങൾ കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ എപ്പോഴും ഒരു ഹൈജീൻ മെഷേഴ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്